Hi friends, once again welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 10 ആണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടേലി. നമുക്ക് നോക്കാം. The teaching of English literature in India, TELI. The teaching of English literature in India has gone through several stages, reflecting the country's complex history and cultural shifts. Colonial phase, early period. During British rule, English literature was taught to create clerks and administrators who would serve the empire. The focus was on British texts like Shakespeare and Milton, which were seen as superior and civilizing. This approach reinforced Western cultural dominance and marginalized Indian perspectives. നമ്മുടെ കൺട്രി ഇൻഡിപെൻഡൻ്റ് ആയത് 1947 അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് മുൻപും ശേഷവും മുൻപും ശേഷവും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതിന് ശേഷം അതിന് ശേഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ ഓൾറെഡി നമ്മളത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അഡാപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഓതേഴ്സ് റൈറ്റേഴ്സ് ഈ ഒരു ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ ലാംഗ്വേജിൽ എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, ഇത് പല സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു റൈറ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ നടന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങൾ വർഷങ്ങൾ കഴിയും തോറും ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ കൊളോണിയൽ ഫേസ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി പീരിയഡ്. ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷേഴ്സ് ജസ്റ്റ് ഇന്ത്യയിലോട്ടൊന്ന് വന്നതും അവർക്ക് മനസ്സിലായത് ഇന്ത്യയിലുള്ള ജനങ്ങളെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കണം എന്ന ഒരു വസ്തുത അവർക്ക് മനസ്സിലാക്കുകയും അവർ വെറുതെ പഠിപ്പിക്കുകയല്ലായിരുന്നു. അവർ ഇന്ത്യയിലുള്ള കുറച്ച് ജനങ്ങളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അവർ ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാനും അതുപോലെ അവരുടെ ക്ലർക്കുകളായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിനെ പഠിപ്പിച്ചത്. ബ്രിട്ടീഷ് ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ അവർ നമ്മൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത് മെയിൻലി ഷേക്സ്പിയേഴ്സിൻ്റെയും അതുപോലെ മിൽട്ടൻ്റെ ഒക്കെ വർക്ക്സുകളായിരുന്നു. അത് മുഖേന എന്താണ് അവർ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിവിലൈസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസ് നേടിയെടുക്കുക എന്നൊരു ആഗ്രഹം ഇന്ത്യൻസിൽ ഉണ്ടാകാനായിട്ടാണ് ഷേക്സ്പിയേഴ്സിൻ്റെയും അതുപോലെ മിൽട്ടൻ്റെ ഒക്കെ വർക്ക്സുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ വെസ്റ്റേൺ കൾച്ചർ ഇവിടെ ഡോമിനൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് വളരെ വേഗം തന്നെ ഈ ഇംഗ്ലീഷ് ഭാഷയോട് പൊരുത്തപ്പെട്ടു. അപ്പോൾ അത് കാരണം കൊണ്ട് പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ മാർജിനലൈസ്ഡ് ആയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയായിട്ട് വന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ മാത്രം, ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ മാത്രമായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷേഴ്സ് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് മാർജിനലൈസ്ഡ് ആയിട്ട് അവരുടെ അടിമത്തത്തിലായിരുന്നു പിന്നീട് ജീവിക്കേണ്ടി വന്നത്. നാഷണലിസ്റ്റ് ഫേസ് 1900 to 1950. As Indian nationalism grew, Indian scholars began to challenge this approach. They introduced Indian perspectives and writers like Tagore and Premchand into the curriculum. This marked a shift towards reclaiming Indian identity and promoting regional languages. ഈ ഒരു സെക്കൻഡ് ഫേസിൽ 1900 to 1950 ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻസിൽ സ്പെഷ്യലി കുറച്ച് വ്യക്തികൾക്ക് മാത്രം, ലീഡേഴ്സ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾക്ക് മാത്രം മനസ്സിലായി ബ്രിട്ടീഷേഴ്സിൻ്റെ ദുരുദ്ദേശം എന്താണത്. ഇന്ത്യൻസിനെ കൊണ്ട് ഈ അവരുടെ ലാംഗ്വേജും കൾച്ചറൊക്കെ പഠിപ്പിക്കുക, അതിനുശേഷം നമ്മൾ പഠിച്ചതിന് ശേഷം അവരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, അവർ നമ്മളുടെ മേലെ അധികാരം സ്ഥാപിക്കുകയാണ് എന്നുള്ളൊരു വസ്തുത പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുള്ള കുറച്ച് വ്യക്തികളിൽ എടുത്തു പറയാനായിട്ടുള്ള റൈറ്റേഴ്സാണ് ടാഗോർ അതുപോലെ പ്രേംചന്ദ് ഒക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി. നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജസിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി. അവരുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറേ അധികം ലിറ്ററേച്ചറിന് തന്നെ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ പിന്നീട് ബ്രിട്ടീഷേഴ്സിന് തന്നെ നെഗറ്റീവ് ആവാനായിട്ട് തുടങ്ങി, നമ്മൾ തിരിച്ചടിച്ചു.
Independence phase. Post 1947. After India gained independence, English literature was used to build a national identity. The focus expanded to include Indian experiences and writers reflecting the country's diverse cultural heritage. പിന്നീട് വന്ന ഒരു ഫേസാണ് ഇൻഡിപെൻഡൻസ് ഫേസ്. ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷം റൈറ്റേഴ്സ് വളരെ സ്ട്രോങ് ആയി. അവർ എന്താ ചെയ്യാൻ തുടങ്ങിയത്? ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഹെറിറ്റേജിനെ കുറിച്ച്, ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച് എല്ലാം തന്നെ അവരവരുടെ റൈറ്റിങ്സിൽ കൂടെ ഇന്ത്യൻസിന് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ തുടങ്ങി. ഒത്തിരി പേർക്കൊന്നും അറിയാതെ ബ്ലൈൻഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ റൈറ്റിങ്സ് വളരെയധികം ഉപകാരപ്രദമായി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഇന്ത്യൻസ് എന്തൊക്കെയായിരുന്നു ഇന്ത്യൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് എക്സ്പീരിയൻസ് ചെയ്തത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൾച്ചർ, ഹെറിറ്റേജ്, ഇതിനെല്ലാം കുറിച്ച് ഇന്ത്യൻ റൈറ്റേഴ്സ് ബിഗാൻ ടു റൈറ്റ്. Post-colonial or neo-colonial phase, contemporary. Today, English literature in India is taught through critical lenses like post-colonialism, feminism, and Marxism. Globalization has brought new perspectives, and Indian English writers like Arundhati Roy and Vikram Seth are studied worldwide. The focus is on exploring identity, hybridity, and India's place in the world. ഇന്ന് ഇപ്പോൾ ഈ പോസ്റ്റ് കൊളോണിയലിസം, ന്യൂ കൊളോണിയലിസം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മളിനി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ക്രിട്ടിക്കൽ ലെൻസിൽ കൂടെ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കൊളോണിയലിസം, ഫെമിനിസം, മാർക്സിസം, ഇതൊക്കെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ നിലവിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എസ്പെഷ്യലി നമുക്ക് പറയുകയാണെങ്കിൽ അരുന്ധതി റോയ്, അതുപോലെ വിക്രം സേത്ത്, ഇവരുടെയൊക്കെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് വേൾഡ് വൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും എത്താൻ തുടങ്ങി ഇവരുടെ റൈറ്റിങ്സ്. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷിൻ്റെ താഴെ നിന്ന് റൈറ്റിംഗ് ചെയ്ത് എഴുതാൻ തുടങ്ങിയ ഈ ഓതേഴ്സ് ഇന്ത്യയുടെ ആ ഒരു കാലങ്ങൾ മാറും തോറും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എഴുതുന്നത്, മറിച്ച് ഇന്ത്യയെക്കുറിച്ച് തന്നെ ലോകമെമ്പാടും എത്തുന്ന രീതിയിൽ വാസ്റ്റ് നോളജ് ഓൾറെഡി റൈറ്റേഴ്സിന് കിട്ടുകയും ചെയ്തു. അവരത് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനും തുടങ്ങി. ഓക്കെ, അതെന്തിനാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനായിട്ട്, നമുക്കൊരു സ്പേസ്, ഇന്ത്യക്ക് ഒരു സ്പേസ് ഉണ്ട് എന്ന് ലോകത്തിനെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. These stages show how English literature in India has evolved from a tool of empire to a diverse academic discipline reflecting Indian identity and global connections. അങ്ങനെ ഈ പറഞ്ഞ സ്റ്റേജുകളൊക്കെ തന്നെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ കടന്നു പോയിട്ടുള്ളതും. അങ്ങനെ ഇന്ന് നിലവിലുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഇന്ത്യൻ ലിറ്ററേച്ചർ ഹാസ് റീച്ച്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഞാൻ ധാരാളം കമൻസുകൾ കാണുന്നുണ്ട്. അത് മെയിൽ ത്രൂ ആണെങ്കിലും ഇതുപോലെ കമൻറ്റ് ബോക്സിലാണെങ്കിലും. എനിക്കറിയാം ഒത്തിരി ടോപ്പിക്സ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ വാട്ട് ടു ഡു, ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് മറ്റന്നെയാണ് എക്സാം അല്ലേ? അപ്പോൾ നാളെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാം കൂടിയും കവർ ചെയ്ത് തരാൻ പറ്റില്ല. ഐ വിൽ ട്രൈ മൈ മാക്സിമം ടു ഡു ഇറ്റ്. ഓക്കെ, അതിൻ്റെ പ്രശ്നം എന്ന് പറയാനായിട്ട് നാളെ ക്രിസ്മസും ആണ്. അപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി. ഓക്കെ, സോറി. അതുപോലെ ആരോ ലാസ്റ്റ് 2 മിനിറ്റ്സിൽ പഠിക്കാനുള്ള ടിപ്സും അല്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിച്ചായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും അതിന് എനിക്കിപ്പോൾ ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഒരു ടിപ്പ് പറയാം. ഞാൻ ചെയ്തിട്ടുള്ള ലാസ്റ്റത്തെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മെയിനായിട്ട് പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഷുവർ ആൻഡ് സർട്ടൻ യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 100% മാർക്ക്, ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.